അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് മൊറൈൻ പാർക്കിലാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇവിടെ നിന്ന് BC മൈൻ പാർക്കിലേക്കാണ് പോകുന്നത്. ബ്രിട്ടാനിക്ക മൈൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളംബിയയിലെ പണ്ട് സ്വർണം എടുത്തിരുന്ന മൈൻ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാർക്ക് 2:30ക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നല്ലൊരു ലേക്കിൻ്റെ സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മൊറൈൻ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക്. അപ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിൽ നമ്മൾ ചെറിയ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. മൈൻ മ്യൂസിയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ കോഫി ഷോപ്പും അവരുടെ ഒരു സംഭവങ്ങളൊക്കെ കാണാം. ആൾക്കാർ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വേണ്ട അതെല്ലാം ഇതിന് മുന്നേ കയറിയ ബാച്ച് ആൾക്കാരാണ്. അവർ അവിടെ മണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് സ്വർണം ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ നടക്കുന്ന കണ്ടില്ലേ, ഗോൾഡ് പാനിങ് നടക്കുന്ന സെൻറ്ററാണ് നമ്മൾ ആ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മ്യൂസിയത്തിൻ്റെ പേര്, ബ്രിട്ടാനിയ മൈൻ മ്യൂസിയം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. എല്ലാവരും മ്യൂസിയത്തിൽ കയറാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളിൽ പോയിട്ട് കാണാം ബാക്കി എന്താണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ മൈൻ മ്യൂസിയത്തിൻ്റെ ഒരു വലിയൊരു സ്കെച്ചൊക്കെ ഇവർ തന്നിട്ടുണ്ട്. മാപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഇവരിങ്ങനെ പല കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് നടക്കാം. ഇത് ആ കാണുന്നത് കണ്ടോ മേളിൽ, അതാണ് നമ്മൾ നടക്കാൻ പോകുന്നത് ട്രെയിൻ പവലിയൻ എഴുതിയേക്കണുണ്ടോ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്ന് അത്രയും സ്റ്റെപ്പുകൾ നടന്ന് കയറണം. ഇവരിവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു, ഒരു പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് നടന്ന് നേരെ നമുക്ക് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവരതിൽ. എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മെൻറ്റ് മൈൻഡ് മൈൻ, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്, എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഒരു ഷെഡ് കാണാം. അതിൻ്റെ പേര് കൺവെയർ ഷെഡ് എന്നാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ മൈൻ ചെയ്യുമ്പോൾ താഴത്ത്, അതായത് ഈ താഴെ ഇവർ കുഴിക്കണ സമയത്ത് മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് മണ്ണും കല്ലും കാര്യങ്ങളെല്ലാം പൊടിക്കുന്ന ഗ്രൈൻഡിങ് മെഷീനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കൺവെയർ ലൈനിൻ്റെ ഷെഡാണ് ഈ കാണുന്നത് കേട്ടോ. കൺവെയർ ലൈനാണ് ഈ കാണുന്നത്. പണ്ട് മൈനിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പല മെഷീൻസാട്ടോ ഈ കാണുന്നത്. ഇതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില സ്ട്രക്ചറുകളാണ് നമ്മളീ കാണുന്നത്. റോക്ക് ഹാമർ, ഇതിൻ്റെ പേര് ഗോൾഡ് പാൻ, സ്വർണം അരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണത്. ഈ കുഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ. ആക്സ്, പിക്കാക്സ്, പല വെറൈറ്റി. ഇതിൻ്റെ പേര് ഹാൻഡ് ക്രാങ്ക് ഡ്രില്ല്. ഇതൊരു തരം ഇപ്പോഴത്തെ ഈ മെഷീനറീസ് വരുന്നതിന് മുന്നേ ഉള്ള ഒരു തരം ഡ്രില്ലിങ് എക്യുപ്മെൻറ്റ്സാണ് ഈ കാണുന്നതെല്ലാം. പൈപ്പ് ബ്രഞ്ച്, ഇപ്പോഴൊക്കെ എന്തോരം മാറ്റം ഇതിന് വന്നു എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴത്തെ പുതിയ ടൂൾസ് കണ്ടറിയാം. ബ്രഞ്ചസാണിത്. ഇത് മൾട്ടി ബ്രഞ്ച്, പല സൈസിലുള്ള സംഭവങ്ങൾ, ബോൾസൊക്കെ തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൾട്ടി ബ്രഞ്ച്. ഇത് കണ്ടു, ഇവിടുത്തെ സ്റ്റോൺസിൽ സ്വർണം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ പൊടിച്ച് മണ്ണാക്കി അരിച്ചെടുത്തിട്ടാണ് മൈൻ ചെയ്തെടുക്കുന്നത് അവർ. അപ്പോൾ നമ്മൾ ഓടി നേരെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിൻ പവലിയൻ. അപ്പോൾ ഇവർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തി. നമ്മൾ ഷാർപ്പ് ടൈമിനായിട്ട് എത്തിയേക്കണത്. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഹാറ്റ്സ് വെക്കണം, കാരണം നമ്മൾ മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്രിട്ടാനിയ മൈൻ്റെ സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഹെൽമെറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാവരെ പോലെ നമ്മളും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഭൂമിക്ക് അടിയിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയിരിക്കണേ ഇതിൽ പോകാനായിട്ട്.
നമ്മൾ ട്രെയിനിൽ കയറാനായിട്ടുള്ള പരിപാടിയിലാണ്. ലെറ്റ്സ് ഗോ ഇൻ ദ ഫ്രണ്ട്. വി ക്യാൻ സിറ്റ് ഹിയർ. ഷുവർ, താങ്ക് യു. അപ്പോൾ നമ്മളിങ്ങനെ മുമ്പിലത്തെ സീറ്റ് പിടിച്ചേക്കണയാണ്. അവിടെ നിങ്ങൾ രണ്ടുപേരും നമ്മൾക്ക് കാണാം ഏതാണ് ട്രെയിനിൻ്റെ എൻജിൻ. ഡ്രൈവർ ഓടിക്കുന്ന ആൾ വന്നിട്ടില്ല. പുള്ളി വന്നാൽ നമുക്ക് ഇവിടെ കാണാം. അവരെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്, ആളുകളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് വേണ്ട ഇതേപോലെ ഒരു ഗുഹയുടെ അടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ പുള്ളിക്കാരിയാണ് ട്രെയിൻ ഓടിക്കുന്നത്. വേണ്ട ഗുഹയുടെ ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. മൈൻ ചെയ്യുന്ന വലിയൊരു ഗുഹയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിനി ഇത് പ്രൊസീജിയർ കാണാൻ പോകുന്നതാണ്. അവരെങ്ങനെയാണ് ചെയ്യണതെന്നും കുഴിക്കണ എങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ടാണ് നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി പ്രൊസീജിയർ നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ഇവിടെ കാനഡയിൽ ഈ മൈൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്റ്റാഫിന് ഇവർ ഇതുപോലെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിക്കാൻ, ഈ മണ്ണ് കുഴിക്കാനും കാര്യങ്ങളും മൈൻ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ അവർ പറയണത് അപ്പോൾ ഇതിൽ ഗോൾഡായിട്ട് കാണുന്നത്, ഗോൾഡിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് ഈ സ്റ്റോണിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം തിളങ്ങുന്നത് കണ്ടോ. ഇത് ഈ കാണുന്നത് സിൽവറാണ്, പക്ഷേ ഈ കാണുന്നത് ഗോൾഡ് ഉണ്ടോ. ഇതിൽ നിന്നാണ് അവർ തിരിച്ചെടുക്കുന്നത്. ഈ സ്റ്റോണിൽ നമുക്ക് കാണാം ഗോൾഡ് കണ്ടോ. ഗോൾഡിൻ്റെ തിളങ്ങുന്നത് പോലെ കാണുന്നതാണ് ഗോൾഡ്. അപ്പോൾ ഈ ബ്രിട്ടാനിയ മൈൻ തുടങ്ങിയ കാലങ്ങളിൽ ആളുകൾ, ഇവിടുത്തെ സ്റ്റാഫ് മനുഷ്യർ കൈക്കാണ് ഈ പാറ കുത്തിപ്പൊളിച്ച് മിനറൽസൊക്കെ എടുക്കാനായിട്ട് കൈക്കാണ് യൂസ് ചെയ്തിരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നതിന് ശേഷം ഇപ്പോൾ ഇവർ ഈ സ്പോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡ്രില്ല് കമ്പനി വാങ്ങിച്ചു. പക്ഷേ ഈ ഡ്രില്ല് 5 പേര് നിന്ന് താങ്ങിയാലാണ് അത് ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഹെവി ആയിരുന്നു. അതിൻ്റെ ഉപയോഗം ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട്, അത് യൂസ്ഫുള്ള് അല്ലാത്തതുകൊണ്ട് കമ്പനി ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന 2 പില്ലറിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഡ്രില്ല് അവർ കൊണ്ടുവന്നു. അത് പല ആംഗിളിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രില്ലാണ്. അതും ബുദ്ധിമുട്ടായി വന്നതിന് ശേഷം വന്നതാണ് 3ാമത്തെ ജനറേഷനിൽ വന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ടൈപ്പ് ഡ്രില്ല്. ഈ ഡ്രില്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും കൂടെ ഹാൻഡിയാണ്. ഒരാൾക്ക് സിംഗിളായിട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം എയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ അവരുപയോഗിക്കുന്ന ഒരു ഡ്രിൽ ബിറ്റാണ് അവർ കാണിക്കുന്നത്. അത് ഇരുട്ടായതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡ്രില്ല് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ലൗഡ് നോയ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ചെവി ക്ലോസ് ചെയ്ത് വെക്കാനായിട്ടാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 1976 ഈ മൈൻ അവർ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എന്ത് സൗണ്ടായിരുന്നു ആ മെഷീൻ അവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എന്നുള്ളത് ഓർക്കണം. ഇതേപോലത്തെ 15 മെഷീൻസ് ഒരു ഷിഫ്റ്റിൽ നിരന്ന് നിന്നിട്ട് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് മൈൻ ചെയ്തിരുന്നത്. ഈ കാണുന്ന റോക്കുകൾ കുത്തിപ്പൊളിച്ചിട്ടാണ് സംഭവം അന്ന് മൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ചെവിയുടെ ഒരു കേൾവിശക്തിയുടെ ഒരു ചെവിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അടുത്ത ഒരു മൈൻ ചെയ്തിട്ട് ഈ കൊണ്ടുവന്നിരുന്ന കല്ലുകൾ പൊടിക്കാനൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊണ്ടുപോകുന്ന ബിന്നുകളാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഒരു മിഷൻ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് ഇപ്പോൾ അവർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾക്ക് ഡ്രില്ല് ചെയ്ത് പൊളിക്കണ കല്ലുകൾ ഇവരുടെ ഈ മിഷൻ വെച്ചിട്ടാണ് സംഭവം അത് കളക്ട് ചെയ്യുന്നത്. Turning on the compressed air. I'm operating the machine in 3, 2, 1.
ഇപ്പം ഇനി ഇവർ കാണിക്കാൻ പോകുന്നത് അന്ന് ഈ മൈൻ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്ന ക്യാൻഡിൽ ലൈറ്റിൻ്റെ ഒരു പ്രകാശത്തോടു കൂടിയിട്ടാണ് അവരത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഈ ക്യാൻഡിൽ ലൈറ്റ് വളരെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി വന്നതിന് ശേഷം, കാരണം അത് വെച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നതിന് ശേഷം ഇപ്പോൾ ഇവർ അടിക്കുന്ന തരത്തിലുള്ള ഒരു തരം ഫിലമെൻ്റ് ലൈറ്റ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ ലൈറ്റ് പിന്നെ കുറേ നാളത്തേക്ക് അവരതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഇവിടുത്തെ ഒരു ട്രെയിനിങ് അവരുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഇതിൻ്റെ തന്നെ വേറൊരു ഡിവിഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇതേപോലെ തന്നെ മൈനിങ്ങിൻ്റെ വേറൊരു എക്സ്പീരിയൻസ്, റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ അവർ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സൈറനാണ്. അതായത് ഈ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ഒരു സൈറൻ അടിക്കും. അവർ ഈ സൈറൻ അടിക്കുന്ന ഭയങ്കര നോയ്സുള്ള ഭയങ്കര ഹെവി സൗണ്ടാണ് അതിന്. അപ്പോൾ അത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ലൈവായിട്ട് അവർ അടിക്കാൻ പോവുകയും അന്ന് ഉപയോഗിച്ചിരുന്ന പഴയ മെഷീനുകളാണ് കാണുന്നതെല്ലാം. അതുകൊണ്ടോ ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവരിങ്ങനെ ഇതൊരു ആൾക്കാർക്ക്, ഇവിടെ വരുന്ന ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതിലാണ് ഈ അവർ ഡ്രില്ലർ വെച്ച് പൊട്ടിക്കുന്ന കല്ലുകളൊക്കെ പൊക്കി വാരി വേറൊരു ഡംബറിലേക്ക് ഇടുന്ന മെഷീനുകളാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഷോ ഉണ്ട്. ആ ഷോ കാണാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ മൈൻ ചെയ്യുന്നത് അന്ന് എങ്ങനെയാണ് മൈൻ ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ നേരെ കണ്ടു. ഇനി അതൊരു വിഷ്വലൈസേഷൻ എഫക്റ്റിൽ കൂടെ, അതായത് എന്തൊക്കെ സൗണ്ടുകൾ ഉണ്ടാവും, എന്തൊക്കെ സ്മോക്ക് വരും, ഇതെല്ലാം കൂടെ ഒരു വീഡിയോ പോലെ ഒരു റിയൽ എക്സ്പീരിയൻസ് അവരിവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുള്ള് ഗ്രൂപ്പ് അത് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോയി കാണാം എന്താണെന്ന്. സ്റ്റോർ ചെയ്ത് വെക്കുന്ന കല്ലുകൾ കണ്ടോ, ഇതേപോലെ കല്ലുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ട്രേകളാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ വലിയ വലിയ ട്രേയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നല്ല അതിൻ്റെ ഓരോ പ്രോസസ്സുകളാണ് ഇവിടെ അവർ കാണിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്താണ്, ഈ കാണുന്നതിൻ്റെ അകത്താണ് നമ്മുടെ ഷോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഷോയ്ക്കായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മൈൻ ചെയ്തിരുന്ന പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തിയേക്കുന്നതാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പണ്ട് മൈൻ ചെയ്തിരുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോ ലെയർ കുഴിച്ച് താഴേക്ക് പോയിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കുഴിച്ചെടുത്തുകൊണ്ടിരുന്നിരുന്നത്. കണ്ടവിടെയൊക്കെ പാറകൾ കുഴിച്ചെടുത്തേക്കണതൊക്കെ നിങ്ങൾക്ക് കാണാം. പൊട്ടിച്ച് ഓരോ സ്ഥലമൊക്കെ പൊട്ടിച്ച് വന്നേക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അന്ന് അതിന് ഉപയോഗിച്ചിരുന്ന പൈപ്പുകളും അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് വലിയ ബിൽഡിംഗ് ആണെന്ന് നോക്കി, ഭയങ്കര വലിയ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അന്ന് ഇതിൻ്റെ മിനറൽസും പിന്നെ മൈൻ ചെയ്യുന്ന ഈ വെള്ളവും മണ്ണും കൂടെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ വലിയ പൈപ്പുകളാണ് ആ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഷോ കാണാനായിട്ട് പോവുകയാണ്. നമുക്ക് എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എങ്കിൽ തന്നെ നമ്മൾ അത് കാണാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഷോ നടക്കുന്നത്. ഇത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത്. വണ്ടി കിടപ്പുണ്ട്. ഇത് അന്നത്തെ ഒരു, അതായത് പഴയ ഫയർ എഞ്ചിനായിട്ട്, പഴയ ടൈപ്പ് ഫയർ എഞ്ചിൻ്റെ ഒരു ബോഡിയാണ് ഇവിടെ. പണ്ടത്തെ ആംബുലൻസായിട്ട് കാണുന്നത് 1976 കാലങ്ങളിൽ
ഉപയോഗിച്ചിരുന്ന ആംബുലൻസാണ്. അപ്പോൾ എന്തെങ്കിലും ഈ മൈനിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ കിടത്തി കൊണ്ടുപോകാനായിട്ടുള്ള അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആംബുലൻസിൻ്റെ ഒരു ബോഗിയാണ് ഈ വെച്ചേക്കുന്നത് കണ്ടോ. എന്ത് വ്യത്യാസം ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നമുക്ക് കാണാം. ഇതൊക്കെ ഈ മണ്ണും കല്ലും ഇതൊക്കെ ക്രഷ് ചെയ്തിട്ട് പല സ്ഥലത്തേക്ക് ഇതിൻ്റെ പല പ്രൊസീജിയറിനും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കൺവെയർ വഴി ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ഫയർ ട്രക്കിൽ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ പേര് മാൻ കാർ എന്നാണ്. ഇത് നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്ത ട്രെയിനില്ലേ, ആ ട്രെയിൻ പോലെ തന്നെ ആൾക്കാരെ ഇരുത്തി അന്ന് ഈ മൈൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊണ്ടുപോയിരുന്ന കാറുകളുടെ ഒരു പഴയ ബോഗിയാണ് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ. അതിൻ്റെ പേര് മാൻ കാർ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ്. വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ നടന്നപ്പോഴേ സ്റ്റോണിൽ ഒത്തി ഉണ്ടാക്കിയേക്കണ കണ്ടോ അന്നത്തെ പല ആൾക്കാരുടെ ഫേസുകൾ. ഇത് കണ്ടോ, അത് ആർട്ടിസ്റ്റ് വലേർട്ടീസ് കൊളാക്കി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടാക്കിയേക്കണ സംഭവമായി കാണുന്നത്. സ്റ്റോണിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവർ ഡ്രില്ല് ചെയ്യുന്ന ഒരു ഡ്രില്ലിങ് മെഷീനും പല ആൾക്കാരുടെയും തലയെല്ലാം കൂടെ ആയിട്ട് കൊത്തി ഉണ്ടാക്കിയേക്കണാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അപജനമച്ചി നിന്നിട്ട് പോലും ഇത് കണ്ടല്ലോ, ഒരാളുടെ 3 പേരുടെ ഹൈറ്റെങ്കിലും വരും ഈ മെഷീന്. അത്രയും വലിയൊരു വണ്ടിയാണ് ഈ കാണുന്നത്. അതാണ് നമ്മളിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ എന്തോരം അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത്രയും ഹൈറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതായത് ഇവിടുത്തെ മൈനിങ് പ്രൊസീജിയറിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയൊരു വണ്ടി കേട്ടോ. ഇത് ഈ കാണുന്ന മണ്ണെന്ന് പറയുന്നത് അവർ ഇതേപോലെ ഈ മൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് പൊടിച്ചെടുത്ത് ഇവിടെ ഈ സെറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അതെ, റോസിന് അവിടെ ഗോൾഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ റോസിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോയി നോക്കാം. റോസ് പറഞ്ഞത് വെറുതെ തള്ളിയതാണെന്നറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. റോസിന് ഗോൾഡ് കിട്ടിയിട്ടോ, ഇത് കണ്ടോ, ഗോൾഡ് ഗോൾഡ്. അതേലും ഇവിടെ പുള്ളിക്കും കിട്ടിയെന്ന് പറഞ്ഞു ഗോൾഡ്. Yeah, he also have gold. Yeah, I can see that. അപ്പോൾ റോസിന് കിട്ടിയ ഗോൾഡിൻ്റെ ഒരു സംഭവമായിട്ട് കാണുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതാണ് ഗോൾഡിൻ്റെ ഒരു തരി നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ബ്രിട്ടാനിയ മൈനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഫുള്ള് ഗ്യാങ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വിസ്ലറിലേക്കാണ് യാത്ര. വിസ്ലറിൽ പോയിട്ട് വാല ലൂമിന എന്ന് പറയുന്ന ഒരു വിസ്ലർ വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ചെല്ലുമ്പോൾ എത്ര മണിയാവും എന്നറിയില്ല. ഇവിടെ നിന്നൊരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന ഗോൾഡും കാര്യങ്ങളെല്ലാം അവരെല്ലാവരും ഇവിടെ കാണുകയാണ്. അപ്പോൾ നമ്മൾ സീ ടു സ്കൈ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ കണ്ടിട്ട് ആ ട്രയൽ എടുത്തേക്കാണ്. ഇതിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്കിവിടെ കേൾക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ഗ്യാങ് എല്ലാവരും ഉണ്ട്. ഇതിവിടെ ഒരു മാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞേക്കണത് വേണ്ട സീ ടു സ്കൈ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് നമ്മുടെ ഈ പറയണ ഫോൾസിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത്. വിഷ്വൽ എന്താണെന്ന് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക.